നമസ്കാരം. തനിക്ക് നേരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ തന്റെ രാഷ്ട്രീയ ജീവിതം കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെളിവുകളില്ലാത്ത അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നത്. ഏറ്റവും ആദ്യം ഇത് പറവൂരിലുള്ള ഒരു C.K. ഗോപാലകൃഷ്ണൻ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറവൂരിൽ നിന്ന് ചെറായി പോകുന്ന വഴിയുള്ള വ്യക്തിയാണ്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലായി. പിന്നെ തിരക്കാൻ പോയില്ല. അതിൽ പേര് വയ്ക്കാതെയാണ് പരാമർശിച്ചെങ്കിലും തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് വാർത്ത വന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും ആശ്ചര്യകരമായി തോന്നിയത് ഷാജഹാൻ സാറിന്റെ ഓൺലൈൻ വാർത്തയായിരുന്നു. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. ഞാൻ പരിചയപ്പെട്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ഥിരീകരിച്ചിട്ട് കൊടുക്കാമായിരുന്നു. എല്ലാം ദൃക്സാക്ഷിയെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും M.L.A. ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. പറവൂർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നാൽ നാട്ടുകാർ അറിയണ്ടേ? ഈ പറയുന്ന ദിവസം ടൂറിസം വാരാഘോഷം കടമക്കുടിയിൽ നടന്നിരുന്നു. ആ സമയത്ത് അതിന്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിന്റെ ആസൂത്രിത ശ്രമമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരവും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണക്കുറിപ്പും M.L.A. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെ: സുഹൃത്തുക്കളെ, പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് വന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഇന്ന് നിയമസഭയിൽ വൈപ്പിനെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ അംഗമാണ്. ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതിൽ നിസ്വാർത്ഥതയും സഹനവും ത്യാഗവും സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ഒക്കെ ചേരുന്നത് വഴിയാണ് നിയമസഭാ അംഗം പോലെ ഒരു പദവിയിലേക്ക് ഒരു പ്രവർത്തകന് നടന്നു കയറുന്നതിന് വഴി തെളിയുന്നത്. പല വിധത്തിലുള്ള പ്രതിസന്ധികളും ദുർഘടം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചുമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അതിൽ രാഷ്ട്രീയ എതിരാളികളുടെ പോലും സ്നേഹവും ബഹുമാനവും എൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വ്യക്തിപരമായി പകപോക്കുന്നതിനും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. C.K. ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിൽ എന്ന മേൽവിലാസമുള്ള വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പേരുകൾ വെക്കാതെ എന്നാൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിയും വിധം അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ദിനപത്രങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും പേരും തന്റെ ഫോട്ടോയും പതിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കുന്നതിൽ, തകർക്കുന്നതിൽ അതിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ എന്നും സ്വീകരിച്ചു പോരുന്ന രീതിശാസ്ത്രമാണ്. ഒരു ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ജീർണതയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമുള്ള ഒരു നെറുകെട്ട പ്രചരണം മാത്രമാണ്. ഈ തെറ്റായ പ്രചരണം നടത്തുന്നവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയമായും നിയമപരമായും ഈ സംഭവങ്ങളെ നേരിടുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുകയും പൊതുകാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു വരുന്ന എൻ്റെ എല്ലാ സൗഹൃദങ്ങളും ഈ അടിസ്ഥാനരഹിതമായ എല്ലാ അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കളയണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം K.N. ഉണ്ണികൃഷ്ണൻ M.L.A. വൈപ്പിൻ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ഇന്ന് പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് സംഭവങ്ങൾക്ക് അടിസ്ഥാനം. CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ M.L.A. ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടിലാണ് മെട്രോ വാർത്ത ഇന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇതാണ് വിവാദമായത്. ഇന്നിറങ്ങിയ പത്രത്തിന്റെ എറണാകുളം എഡിഷനിൽ 11-ാം പേജിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഒരു CPM M.L.A.യുമായി ബന്ധപ്പെട്ടായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്തയിൽ M.L.A.യുടെ പേരോ വനിതാ നേതാവിന്റെ പേരോ പരാമർശിച്ചിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ M.L.A.ക്കെതിരായ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ വിവാദത്തിലകപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള CPM M.L.A. പറവൂരിൽ പട്ടാപ്പകൽ CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ M.L.A. വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ നിന്ന് പിടികൂടിയത്. വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു. രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോടെ തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീടിനുള്ളിൽ ഇരുന്ന് റിംഗ് ചെയ്തതല്ലാതെ പ്രതികരണമുണ്ടായില്ല. ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് M.L.A. കണ്ടത്. കാര്യം മനസ്സിലായ ഭർത്താവ് M.L.A. കൈകാര്യം ചെയ്തു. വിശദീകരിക്കാൻ ശ്രമിച്ച M.L.A. ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു. വാഹനം ഏറെ ദൂരം നിർത്തിയ ശേഷമാണ് M.L.A. വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ ഇത് പുറത്തറിയുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞതായിട്ടാണ് വിവരം. ഇങ്ങനെയായിരുന്നു വാർത്ത വന്നത്. ഇതോടെയാണ് ഈ നേതാവ് K.N. ഉണ്ണികൃഷ്ണനാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങളും ഉണ്ടായത്.